ഹായ്. ഇപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 വീഡിയോ നമ്മൾ റിലീസ് ചെയ്ത്. ഇപ്പോൾ 2 വീഡിയോയിലായിട്ട് നിങ്ങൾ ഇന്റർനെറ്റ് എന്താണ്, അതുപോലെ എവിടെയാണ് ആ സൈബർ സെക്യൂരിറ്റി റോള് വരുന്നത്, എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി നമ്മൾ ഇതുവരെയുള്ള ജോബ് റോൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി ജോബ് റോൾ കൂടി വരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്റർനെറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവാം? ഈ വീഡിയോയിൽ നമ്മൾ ശരിക്കും നോക്കാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി എന്നൊരു ടോപ്പിക്കിനെ പറ്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്റർനെറ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ആവശ്യം എന്താണെന്നുള്ളത് വളരെ ചെറുതായിട്ടൊന്ന് പറയുകയും ചെയ്തു. പക്ഷെ ശരിക്കും അത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്നുള്ളതും, പിന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കുറച്ച് സൈബർ അറ്റാക്കുകളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് പറയാം. സോ ടു സ്റ്റാർട്ട് വിത്ത്, എന്താണ് സൈബർ സെക്യൂരിറ്റി? ഇപ്പം ഞാൻ കഴിഞ്ഞ നമ്മളുടെ ഇന്റർനെറ്റിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നൊരു ബേസിക് ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്റർനെറ്റിൽ കൂടെ കുറേ ഡാറ്റ ഉണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. പക്ഷേ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ലാർജ് ആയിട്ടുള്ളൊരു ഡൊമൈനാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഡൊമൈനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ IT എന്നൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോഗ്രാമിംഗ് ഉണ്ട്, അതിനകത്ത് സെക്യൂരിറ്റി ഉണ്ട്, അതിനകത്ത് ടെസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ പല പല ഏരിയാസ് ITക്കകത്തുണ്ട്. അതേപോലെ തന്നെ ITയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പോലെ തന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൊമൈനാണ് സൈബർ സെക്യൂരിറ്റി. ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പല ലാംഗ്വേജുകളുള്ളൂ. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിനകത്ത് പൈത്തൺ ലാംഗ്വേജ് ഉണ്ടാവും, ജാവ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രണ്ട് എൻഡ് ലാംഗ്വേജുകളുണ്ടാവും. പക്ഷേ സൈബർ സെക്യൂരിറ്റി പക്ഷെ അതെല്ലാം പ്രോഗ്രാമിംഗ് ആണ്. പക്ഷെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റിക്ക് അകത്ത് തന്നെ പല ഓഡിറ്റിംഗ് ഉണ്ട്, അത് പല ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഒരു ഏരിയ ആണ്, അതേപോലെ മോണിറ്ററിംഗ്, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, സോക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, പിന്നെ GRC ഉണ്ട്, ഗവേണൻസ് ആൻഡ് റിസ്ക് ആൻഡ് കംപ്ലയൻസ് എന്ന് പറയുന്നത്, പിന്നെ ഓഡിറ്റിംഗ് ഉണ്ട്. അങ്ങനെ അത് ഓരോന്നും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈനാണ്. എല്ലാം സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈനുകളാണ്. ഫോറൻസിക്സ് ഉണ്ട്, പിന്നെ ത്രെറ്റ് ഇന്റലിജൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയാസ് അതിനകത്തേക്ക് സബായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൽ പെൻ ടെസ്റ്റിംഗിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ വെബ് ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ്. അതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. ആ സൈബർ സെക്യൂരിറ്റിയിലെ മറ്റു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് സൈബർ ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ത്രെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിയൽ ലൈഫിലുള്ള സാധനങ്ങൾ തന്നെ. അതായത് റിയൽ ലൈഫിൽ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അഡ്വേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ത്രെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഉണ്ടാക്കുന്നതാണ് ത്രെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ആന നമ്മളെ കുത്താൻ വരും, അതൊരു ത്രെറ്റാണ്, അതൊരു ഡേഞ്ചറാണ്. നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യാം എന്ന് പറയാം. അപ്പോൾ ഒരു ത്രെറ്റാണ്. അതായത് ഇതേപോലെ തന്നെയാണ് സൈബർ ത്രെറ്റുകൾ. സൈബർ ത്രെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സൈബർ ത്രെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സൈബർ സ്കാം ചെയ്യുന്ന ഒരാൾ നമുക്കൊരു ത്രെറ്റാണ്. അപ്പോൾ ഇയാൾക്ക് അഗെയിൻസ്റ്റ് നമ്മളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും, ഈ ത്രെറ്റിൽ നിന്ന് നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റഡ് ആവും, അതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രെറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതിനകത്ത് പല കാര്യങ്ങൾ വരും. എന്താ പറയുക, നമ്മുടെ ഡിവൈസുകളിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊരു ത്രെറ്റാണ്, എന്തെങ്കിലും വൾണറബിലിറ്റികൾ ഉണ്ടെങ്കിൽ അതൊരു ത്രെറ്റാണ്. അങ്ങനെ പല കാര്യങ്ങളും ഒരു ത്രെറ്റായിട്ട് മാറും. അതായത് നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കമ്പ്യൂട്ടറിനെയോ, നമ്മളുടെ മൊബൈൽ ഫോണിനെയോ, നമ്മളുടെ വെബ്സൈറ്റുകളെയോ, മൊബൈൽ ആപ്ലിക്കേഷൻസിനെയോ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എന്തും ഒരു ത്രെറ്റാണ്. ആ ത്രെറ്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യം. നമ്മളുടെ ഡിവൈസുകളെ, അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഡിജിറ്റൽ അസറ്റ്. ഈ ഡിജിറ്റൽ അസറ്റുകൾക്ക് എഗെയിൻസ്റ്റ് വരാൻ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറേ സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ പെനിട്രേഷൻ ടെസ്റ്റിംഗ് കൂടെയുള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ ആ ത്രെറ്റുകളെ കണ്ടുപിടിച്ച് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. സോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിൽ കൂടെയുള്ള നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ത്രെറ്റുകൾ വന്നാൽ അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഓഡിറ്റിംഗ് കംപ്ലയൻസ് എന്ന് പറയുന്നത് ഓൾറെഡി കുറെ ഗൈഡ് ലൈനുകളുണ്ട് ഈ ത്രെറ്റുകളൊന്നും വരാതിരിക്കാനുള്ള. ആ ഗൈഡ് ലൈനുകളെല്ലാം കറക്റ്റായിട്ട് അവിടെ ഉണ്ട് എന്ന് വെരിഫൈ ചെയ്യലാണ്. ഇങ്ങനെ ഓരോ ഏരിയയും, സൈബർ സെക്യൂരിറ്റിയിലെ ഓരോ ഏരിയയും ഈ ത്രെറ്റിന് അഗെയിൻസ്റ്റ് ആണ്. ത്രെറ്റ് വരാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. അതിന് പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ ജോബ് റോൾസ് ആണ് കേട്ടോ. അപ്പോൾ പെൻ ടെസ്റ്റിംഗ് എന്നുള്ള ഒരു റോളാണ്, സോക്ക് എന്നുള്ള റോളാണ്, GRC എന്നുള്ള റോളാണ്, ഓഡിറ്റിംഗ് എന്നുള്ള റോളാണ്, ഫോറൻസിക് എന്നുള്ള റോളാണ്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ ജോബ് റോൾസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്ക് എൻഡ് ഡെവലപ്പർ, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, ഡിസൈനർ, ടെസ്റ്റർ, ഇങ്ങനെ വരുന്ന ഓരോ ജോബ് റോൾ പോലെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതിൽ വരുന്ന ഓരോ സിംഗിൾ ജോബ് റോൾസ് ആണ് ഈ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതിന് ഒരു ബേസിക് ഫണ്ടമെൻ്റൽസ് എന്തായാലും വേണം, അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേം, ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസും, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചലഞ്ചിൽ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതെ, നമ്മളുടെ ചലഞ്ചിൽ, സൈബർ സെക്യൂരിറ്റി ചലഞ്ചിൽ ഡിഫൻസീവ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഈ പാർട്ടിനകത്ത് സോക്ക് എന്താണെന്നുള്ളതും GRC എന്താണെന്നുള്ളതും, അതായത് ഡിഫൻസീവ് സെക്യൂരിറ്റി, ഓഡിറ്റിംഗ്, അങ്ങനെയുള്ള സാധനങ്ങളെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു
ഓവർവ്യൂ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഭയങ്കര ഹൈ പ്രൊഫഷൻ ആവണം, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യണം എന്നുള്ളവർക്കാണ് നമുക്ക് ബ്രോക്യാമിന് ഒരു 1 year കോഴ്സ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും ജോബ് റോൾസ്, അതായത് നേരത്തെ പറഞ്ഞ പെൻ ടെസ്റ്റിംഗ്, GRC, സോക്ക്, അതായത് ഒരു L1 to L2, അപ്ലിക്കേഷൻ സെക്യൂരിറ്റി, പെൻടെസ്റ്റിലാണ് അപ്ലിക്കേഷൻ സെക്യൂരിറ്റി, വെബ് സെക്യൂരിറ്റി, ക്ലൗഡ് സെക്യൂരിറ്റി, ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ ബ്രോക്യാമിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും എന്ത് ചെയ്യണം. അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ബ്ലോക്കേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് അവിടെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ വരുന്ന ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ലേണിംഗ് ഫ്രീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ അവിടെ കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്ത് ടു ആസ്ക് യുവർ ടെക്നിക്കൽ ഡൗട്ട് എന്നുള്ളത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലാണ് വരിക. ഇനി ഇതിലെങ്ങനെ ഡൗട്ട് ചോദിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലൊരു ബട്ടൺ കാണാൻ പറ്റും, റൈസ് ന്യൂ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗട്ട് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇപ്പം എക്സ്പ്ലെയിൻ ദിസ് കോഡ് എന്ന് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. നിങ്ങളെ കോഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സബ്മിറ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് കാണും, എക്സ്പ്ലെയിൻ ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. നിങ്ങൾ എന്താണോ ടൈറ്റിൽ കൊടുത്താൽ ആ ടൈറ്റിൽ ഒരു ചാറ്റ് ഓപ്പൺ ആവും. ആ ചാറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ചാറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാം, അതുപോലെ വീഡിയോ അയക്കാം, ഫോട്ടോ അയക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ചോദിക്കാം. 24/7 നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടും കിട്ടും. ഇനി നമുക്ക് ഒരു കാര്യം നോക്കാനുള്ളത്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സെക്യൂരിറ്റി വേണം അല്ലെങ്കിൽ ത്രെട്ടുകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു ശരിക്കും സൈബർ സെക്യൂരിറ്റി ഉണ്ട്. സൈബർ സെക്യൂരിറ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ത്രെട്ടുകളുണ്ട്. പക്ഷേ ശരിക്കും ഇതൊക്കെ അറ്റാക്കുകൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം അതിൽ നമ്മളുടെ സ്റ്റേറ്റ് കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈംസിലെ വിക്ടിംസിൻ്റെ എണ്ണത്തിൽ ഏറ്റവും ഫസ്റ്റ് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന കേരളമാണ്. കാര്യം കേരളത്തിലുള്ള അത്രയും കേസുകൾ വേറെ ഒരു സ്റ്റേറ്റിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് പെർസെൻറ്റേജ് വൈസ് ആണ്, നമ്പർ വൈസ് അല്ല, പെർസെൻറ്റേജ് വൈസ് ആണ്. കാര്യം ഇപ്പോൾ കേരളം വലിയൊരു സംസ്ഥാനമല്ല, ചെറിയൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് വൈസ് കേരളം ഏകദേശം മുമ്പിൽ തന്നെയാണ്. അതായത് ഇത് നമ്മൾ കേരളത്തിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു ന്യൂസ് പ്രകാരം അതിനകത്തുള്ളൊരു റിപ്പോർട്ടെന്ന് പറയുന്നത്, കേരളത്തിൽ ഏകദേശം ഒരു ദിവസം ഒരു മലയാളിക്ക് 70 ലക്ഷം രൂപയുടെ നഷ്ടം സൈബർ ക്രൈമുകളിൽ കൂടെ ഉണ്ടാകുന്നുണ്ടെന്നാണ്. ഒന്നാലോചിച്ച് നോക്കണം, ഒരാളുടെ ഒരു സംസ്ഥാനത്തിന് ഒരു ദിവസത്തെ നഷ്ടം 70 ലക്ഷം രൂപയോളം സൈബർ ക്രൈമുകളിൽ കൂടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മളുടെ സ്റ്റേറ്റുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഇത് ഒരു വളരെ വലിയ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പബ്ലിക്കിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സൈബർ ക്രൈമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആൾക്കാർ അതിനെപ്പറ്റി അത്ര ബോധരാവാത്ത, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കറക്റ്റ്. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അതേപോലെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റണം. കാര്യം വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റൽ വേൾഡ്. നമ്മളൊരു ഡിജിറ്റൽ എറയിലാണ് ജീവിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിജിറ്റൽ കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിച്ച് മീൻസ് നമുക്ക് സൈബർ സെക്യൂരിറ്റി ഏതൊരു സാധാരണ വ്യക്തിക്കും അതൊരു കരിയറിന് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലാണ്ട് പോലും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുക വെച്ചാൽ ഈ പറഞ്ഞ 70 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് പൈസയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ജോബ് റോള് കയറുക എന്നുള്ള മാത്രമല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും കൂടിയാണ്. തീർച്ചയായിട്ടും. കാര്യം ഇന്റർനെറ്റും ഡിവൈസുകളും ഉപയോഗിക്കാത്ത ആരല്ലേ, എല്ലാവർക്കും അത് വേണം. അപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാവരും അറിയാം. എല്ലാതും ഡിജിറ്റലാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു നല്ല ഹോസ്പിറ്റൽ നമുക്ക് പണ്ട് എഴുതി തന്ന മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്ന ഒരു ഹോസ്പിറ്റലും ഇല്ല. എല്ലാവരും ഡിജിറ്റലാക്കി എല്ലാ കാര്യങ്ങളും. കാരണം പേപ്പർ പോലും അവിടെ ഇല്ല, ബില്ലിങ്ങിന് മാത്രം പേപ്പറുള്ള. ഡോക്ടറെ കാണുന്നു, എല്ലാം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ മറ്റേ പേഷ്യന്റ് നമ്പറോ മറ്റോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലാണ്. ഹെൽത്ത് കെയറിന്റെ ഡാറ്റാസ്, നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അതൊക്കെ ഇന്റർനെറ്റിലാണ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഒരു ബേസിക് സ്കില്ലായി മാറി. ബേസിക് സ്കില്ലാണ്, അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കേസ് ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മ വന്ന ഒരു ഇൻസിഡൻ്റാണ്. ഞാൻ നേരത്തെ ഒരു പ്രസൻറ്റേഷനിൽ റിസർച്ച് ചെയ്തൊരു ഇൻസിഡൻ്റാണ്. അതായത് ഈ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഈ നമ്മളുടെ കോഴിക്കോട് സംഭവിച്ച ഇൻസിഡൻ്റാണ്. കോഴിക്കോട് ഒരാൾക്ക് ഒരു കോൾ വരുന്നു, വീഡിയോ കോൾ വരുന്നു.
ഈ വീഡിയോ കോൾ എടുക്കുമ്പോൾ അയാൾക്ക് പരിചയമുള്ള ഒരാളാണ് വീഡിയോ കോൾ വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു ലൈക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിയാസ് ആണ് അദ്ദേഹം വ്യക്തി എന്ന് വിചാരിക്കാൻ എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ കോൾ എടുക്കുമ്പോൾ നിയാസിനെ കാണുന്നു. നിയാസിനോട് പറയുന്നു ലൈക്ക് എന്താ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, എനിക്ക് അർജൻറ്റായിട്ട് ഇത്ര പൈസ വേണം, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വീഡിയോ കോളിൽ ആളെ കാണുന്നു, ഓക്കെ എനിക്കറിയാവുന്ന ആളാണ്, ഞാൻ അദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ കോഴിക്കോടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നത് ഇത് വളരെ വളരെ ന്യൂസ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു 40,000 രൂപ ചോദിക്കുകയും 40,000 രൂപ ഇയാൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഇദ്ദേഹം തിരിച്ച് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട്, ലൈക്ക് റിലേറ്റീവ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് വിളിച്ചു. ഫോണിൽ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആരോ എൻ്റെ പേരിൽ നിന്റെ പൈസ മേടിച്ചതാണ്. അപ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത് ഇദ്ദേഹം പറ്റിക്കപ്പെട്ടു. അപ്പോൾ ഏകദേശം 40,000 രൂപയാണ്. വലിയ പൈസ, 40,000 വലിയ എമൗണ്ട് അല്ലാന്നല്ല, കേരളത്തിൽ നടക്കുന്ന അറ്റാക്കുകൾ വെച്ചിട്ട് 40,000 സൈബർ ക്രൈം നടക്കുന്ന ചെറിയ എമൗണ്ടാണ്. അപ്പോൾ 40,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ 40,000 രൂപ ഇതെങ്ങനെ നഷ്ടപ്പെട്ടത് AI ഡീപ് ഫേക്ക് ഉപയോഗിച്ചിട്ടാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡീപ് ഫേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിയാസിൻ്റെ ഒരു 2-3 ഫോട്ടോ എൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു AI മോഡലിന് കൊടുത്തു കഴിഞ്ഞാൽ നിയാസിൻ്റെ പോലെ എൻ്റെ ഫേസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എനിക്ക് നിയാസിൻ്റെ ഒരു 4-5 ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോൾ നിയാസ് വിളിക്കുന്ന രീതിയിലേക്ക് ആക്കാം. വോയിസും ഒരു 2-3 വോയിസ് ക്ലിപ്പുകൾ എവിടെന്നെങ്കിലും എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഉപയോഗിച്ചിട്ട് വോയിസും അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന ഫോട്ടോസ് തന്നെ ധാരാളമാണ് നമ്മളെ ഡിഫേക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ഇടുന്ന ആൾക്കാർ, റീൽസ് ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ധാരാളമാണ്. നമ്മളുടെ ഓഡിയോയും കിട്ടും, വീഡിയോ, ഫോട്ടോ എല്ലാം പബ്ലിക്കായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അറ്റാക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ കേരളത്തിൽ ഒരാൾക്ക് 40,000 രൂപയോളം നഷ്ടപ്പെട്ടു AI ഡീപ് ഫേക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്രൈമാണ്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു സ്കാമാണ് വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സ്കാം. അതായത് നമ്മളെ ഈ മുംബൈ പോലീസിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ അയാൾ മറ്റേ പോലീസിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് പറയും നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണ്, നിങ്ങളുടെ പേരിലൊരു കൊറിയർ വന്നിട്ടുണ്ട്, ഇതിൽ എന്താ പറയുക ഡ്രഗ്സ് ആണുള്ളത്, അപ്പോൾ നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. Yes, sir. Yes, I am from the Google. Sir, do you have any proof? Yes, sir. You are working. No, sir. You can check my laptop's IP address, sir. My laptop is from the Google, sir. You can check the laptop details. വിളിക്കുമ്പോൾ നമ്മൾ നോർമലി അതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത ആളാണെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും, പോലീസുകാരെ വിളിക്കുന്നു എന്നോട് അറസ്റ്റ് എന്ന് പറയുന്നു, പേടിക്കും. ആ പേടിയുടെ പുറത്ത് എന്ത് ചെയ്യും, പേടിയുടെ പുറത്ത് അവരെന്തെങ്കിലും പൈസ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 50,000 വന്നോ നമ്മളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം എന്ന് പറയുമ്പോൾ 50,000. ഇങ്ങനെ മാത്രം കേരളത്തിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12-13 ലക്ഷത്തോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റുകളെന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ആൾക്കാർക്ക് അറിയില്ല. എന്ത് ചെയ്യണമെന്നുള്ള ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ ഇത് ശരിയാണോ തെറ്റാണോ ഇതൊന്നും അറിയില്ല. ഇതുപോലെ കുറേ ഇൻസിഡൻറ്റുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും ഉണ്ട്. നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഞാൻ ഇത് വെച്ച് പറയുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും ഉണ്ട്. ടെക്നിക്കൽ ഇതിന്റെ യൂസ് ഒരുപാടായിട്ട് കൂടി. അതെ, എത്ര പ്രായമായാലാണെങ്കിലും പ്രത്യേകിച്ച് കോവിഡിന് ശേഷമാണ് സംഭവം. കാര്യം കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായ കോമൺ ആയിട്ടുള്ള കാര്യം എന്താ, എല്ലാവർക്കും വേറെ ഓപ്ഷൻസ്, ഇന്റർനെറ്റ് ഭയങ്കര ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും എല്ലാവരും ഇത് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ അറ്റാക്കുകൾ ശരിക്കും പറഞ്ഞാൽ കൂടുന്നത്, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ശരിക്കും. ഇങ്ങനെ സൈബർ സ്കാമുകൾ നടക്കുന്നത് 1-2 അല്ല, വളരെയധികം കൂടുതലാണ്. ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു വേറൊരു എക്സാമ്പിൾ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന പേരിലുള്ളൊരു ഇതാണ്. ഇതൊരു വെബ്സൈറ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. വെബ്സൈറ്റ് ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കും. വെബ്സൈറ്റ് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ പേരിൽ ലോഗോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ലോഗോ ഒക്കെ ഇട്ടിട്ട് ലോഗോയും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ ഇവർ പറയുന്നത് സിമ്പിളാണ്. നിങ്ങൾ അതിനകത്ത് പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 32,849 രൂപ തരുമെന്ന് പറയുന്നത്. ഈ 32,849 കറക്റ്റ് കണക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധാരണ 32,000 33,000 പറയാം. അതായിരിക്കും ആ ഒരു കറക്റ്റ് ഒരു കണക്കൊക്കെ നമുക്ക് കുറച്ചുകൂടെ ജെന്യൂനായിട്ട് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ 32,849 രൂപ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയാനായിട്ട് ഞാൻ ഫുള്ളൊന്ന് കയറി നോക്കി എന്താണ് സംഭവം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ കയറുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ ആ ഒരു വെബ്സൈറ്റ് ഒന്ന് ഇട്ടേക്കാം, ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ വെബ്സൈറ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന പേരിൽ ഗവൺമെൻറ്റിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 32,000 മാറ്റിയിട്ട് അവർ 46,815 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡിസൈഡഡ് ടു ഇപ്പോഴും ആക്റ്റീവാണ്. ഈ വെബ്സൈറ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണെന്നുള്ളതാണ്. ഡിസൈഡ് ടു ഗിവ് എവറി സിറ്റിസൺ ആൻ എമൗണ്ട് ഓഫ്
46,750, 46,715 രൂപ തരാമെന്നാണ് പറയുന്നത്. നമുക്കതിൽ രജിസ്റ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ താഴെ കുറേ കമൻറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു വെരി മച്ച്, ഐ ഡിഡ് നോട്ട് ബിലീവ് ദിസ്. അത് താഴോട്ട് ഒരുപാട് വെച്ച് കമൻറ്റ്, വൈ ഡസ് ഇൻ ദ കോഡ് മൈ ഗേൾ ഫ്രണ്ട് ഗോട്ട് ദ മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഭയങ്കര രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. നമുക്ക് ചുമ്മാ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. വിളിച്ച് ഗോപാൽ എന്ന് കൊടുക്കാം. ഗോപാൽ ജസ്റ്റ് ഫോർ ദ എക്സാമ്പിൾ ഗോപാൽ എന്ന് കൊടുത്തു. ദെൻ സെൻഡ് ചെക്കിങ് നെയിം, എന്താണ് ചെക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. ഗോപാൽ എന്നുള്ള പേരിൽ നെയിം ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, now hello Gopal, after verification it turns you are eligible for financial benefit of 46,715. അതായത് ഒരു പേര് മാത്രം കൊടുത്താൽ മതി, പേര് വെച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് 46,715 കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നോ, അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് ആലോചിക്കേണ്ട, ഒരു ഗവൺമെൻറ് വെബ്സൈറ്റ് എന്ന പേരിലാണ് ഇവർ അയക്കുന്നത്. നമ്മൾ ഇൻവൈറ്റ് ബട്ടൺ വെച്ചിട്ട് വാട്സപ്പിൽ 5 ഗ്രൂപ്പിലേക്കും 15 ആളുകളിലേക്ക് ഇത് അയക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ ലെറ്റ്സ് ഇൻവൈറ്റ് കൊടുത്തു, ചുമ്മാ ഇൻവൈറ്റ് കൊടുത്തു. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. താഴെ അവിടെ അപ്ഡേറ്റ് ആവുന്നതാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ക്യാൻസൽ അടിച്ച് വിടുകയാണ്. എന്നാൽ പോലും താഴെ അവിടെ അവിടെ ആഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ 70, 80 ഞാനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് അവരറിയുന്നില്ല നമ്മൾ വാട്സപ്പിൽ അയക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ വീണ്ടും ഇൻവൈറ്റ് ചെയ്തു, 90 94 15 വട്ടം കണ്ട് ക്ലിക്ക് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണ് ഒരു ക്ലിക്കിൻ്റെ എണ്ണം വെച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദെൻ നൗ യു ക്യാൻ ഗെറ്റ് വിഡ്രോവൽ കോഡ്, ക്ലിക്ക് ഹിയർ ടു വ്യൂ ദി കോഡ്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യാത്ത വെറുതെ കൊണ്ടല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത്. അത് ചിലപ്പോൾ മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പൈവേഴ്സോ മാൽവേഴ്സോ ഒക്കെ ആവാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഇത് വേണമെങ്കിൽ ഇത് ഫർദർ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഇൻസ്റ്റലേഷൻ വീഡിയോയ്ക്കകത്ത് വിർച്വൽ ബോക്സ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, അതിൽ വല്ല വിർച്വൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഒരിക്കലും, കാര്യം അത് എന്തെങ്കിലും മാൽവെയർ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഞാൻ പറയുന്നത് ഇതേപോലുള്ള സ്കാമുകൾ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളാണ് എന്ന് കരുതുക, അല്ലെ ഇതിനെപ്പറ്റി ഒരു നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ കോമൺ മാൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ഭയങ്കര പ്രശ്നമാണ്. കാര്യം ഗവൺമെന്റിന്റെ ലോഗോയും മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നൊക്കെ പറയുമ്പോൾ 46,000 രൂപ ഗവൺമെന്റ് എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഗവൺമെന്റും വെറുതെ ആർക്കും പൈസ കൊടുക്കാൻ പോകുന്നില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പക്ഷേ ഇത് അറിയാത്ത ഒരാളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ആ വെബ്സൈറ്റിന്റെ ലുക്ക് ആൻഡ് ഫീൽ, ഇപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് പോയി തന്നെ ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലൈക്ക് ഗവൺമെന്റ് ആണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്ന രീതിയിലാണ് ഇത് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ താഴത്തെ കുറേ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ്ബുക്കിൻ്റെ ഒരു രൂപത്തിലൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എനിവേ ദിസ് ദ തിങ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാമുകൾ നമ്മളുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഞാനൊരു ജനറൽ പബ്ലിക്കിൻ്റെ കേസിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ കരിയർ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളല്ല നിങ്ങൾ ഒരിക്കലും കാണാൻ പോകുന്നത്. പക്ഷേ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള സ്കാമുകൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. ഇങ്ങനെയുള്ള സ്കാമുകളിൽ ഒരുപാട് പേര് ദിവസവും പെടുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വഴി സൈബർ സെക്യൂരിറ്റി പഠിക്കുക എന്നുള്ളതാണ്. അതിലൊരു ബേസിക് സ്കില്ല് ക്രിയേറ്റ്. അപ്പോൾ നിങ്ങൾ കരിയറിന് വേണ്ടിയിട്ട് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ അതിൻ്റെ കൂടെ ഇത് എങ്ങനെ നോർമലി ഇങ്ങനെയുള്ള അറ്റാക്കുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം, സ്വന്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം, നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതും ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് നല്ലൊരു കരിയറിലേക്ക് എത്താൻ പറ്റും, വളരെ ഹൈ പേയിങ് ആയിട്ടുള്ള വളരെ നല്ല കരിയറിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാം, നിങ്ങളുടെ ഫാമിലിയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമാണ് ഒരു സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ ആവശ്യം ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. കാര്യം ഇത്ര അറ്റാക്കുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, ദിവസം ഈ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറ്റാക്കുകളുടെ എണ്ണം കൂടുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഈ ഒരു അറ്റാക്കിൽ പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്, 1930 എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഇതിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു അറ്റാക്ക് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 30,000 രൂപ പോയെന്ന് വെച്ചോ, ഞാൻ അടുത്തൊരു 3-4 മണിക്കൂറിൽ ആ നമ്പറിൽ 1930 വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ പൈസ, എനിക്ക് എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത് ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടും. ഗവൺമെൻറ് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പൈസ പോയ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ 1930 വിളിച്ച് എങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ പൈസ തിരിച്ചെടുത്ത് തരും. അതായത് 30,000 രൂപ 40,000 ഈ 40,000 രൂപ കോഴിക്കോട് ആളുടെ പോയെന്ന് പറഞ്ഞല്ലോ, അയാൾ 1930 വിളിച്ചു പറഞ്ഞിട്ടാണ് അയാൾക്ക് 40,000 രൂപ തിരിച്ചു കിട്ടുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിനും ഇതേപോലെ ഒരു 25,000 രൂപ പിന്നെ അവരത് അന്വേഷിക്കും. അവർ അത് അപ്പോൾ തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് അക്കൗണ്ടിന് അഗേൻസ്റ്റ് ആണോ റേസ് ചെയ്യുന്നത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്തിട്ട് ആ പൈസ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചു തരും. പക്ഷെ ഇതറിയാവുന്ന എത്ര പേരുണ്ട്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതും കൂടെ ചേരുന്നതാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് സൈബർ സെക്യൂരിറ്റി. ഒരുപാട് അറ്റാക്കുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ദിസ് വാസ് വൺ ഓഫ് ദ കേസ് സ്റ്റഡീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് അറ്റാക്കുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അതാണ് വേറൊരു കാര്യം. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് ആൾക്കാരും ഇതുപോലുള്ള കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു നെറ്റ്വർക്കിൽ ഒരു 10 ആൾ എടുത്തതിനാൽ അല്ലെങ്കിൽ 20 ആൾ എടുത്തതിനാൽ എന്തായാലും ഉണ്ടാവും, ഒരാളെ എന്തായാലും ഉണ്ടാവും. അത് വളരെ കോമൺ ആണ് കാര്യം. അടുത്ത് വന്ന മറ്റേ നമ്മുടെ
ലോൺ ആപ്ലിക്കേഷൻ വന്ന ത്രെഡ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ലോൺ ആപ്ലിക്കേഷൻ്റെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന പോലെ ലോൺ എടുത്തിട്ട് നമ്മൾ തിരിച്ചടച്ചാലും അടച്ചില്ല എന്ന് പറഞ്ഞ് കുറെ ഇത് വരും. പിന്നെ നമ്മുടെ വീഡിയോ കോൾസ്, ഫോണ്, ഫോട്ടോസ് മോർഫിയ ഫോട്ടോസ് നമ്മളുടെ ഇപ്പൊ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ്. നോക്കാണ്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ നമ്മളുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് മോർഫിയ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പ് വായിച്ചു നോക്കും ഏതാ പെർമിഷൻ എന്നുള്ള കാര്യം. എനിക്കറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെന്ന്. അത് അവയർനെസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു അവയർനെസ് ഉള്ളപ്പോഴാണ് സെക്യൂരിറ്റി നമുക്ക് കംപ്ലീറ്റ്. സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് നമ്മളെപ്പോഴും സൈബർ സെക്യൂരിറ്റി പറഞ്ഞ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ നാളെ ഒരു പെൻടെസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ സോക്കിലോ മറ്റോ നിങ്ങളൊരു ജോബിൽ കയറി. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ സെക്യൂരിറ്റി വെച്ചാലും അത് ഉപയോഗിക്കുന്ന ആൾ വിചാരിക്കാതെ ആ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാ സെക്യൂരിറ്റിയും കൊണ്ട് വെച്ചെന്ന് വെച്ചോ, ഇത് ഉപയോഗിക്കുന്ന ആളൊരു പെൻഡ്രൈവ് മാൽവെയർ ഉള്ള ഒരു പെൻഡ്രൈവ് കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ലേ. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, എല്ലാവരും ഇതിനകത്തൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഉപയോഗിക്കുന്ന ആളെന്തെങ്കിലും തെറ്റ് ചെയ്താലും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അതൊക്കെ ബ്രേക്ക് ആവാനുള്ള സാധ്യത. ഇപ്പോൾ ഒരു പെൻഡ്രൈവുകൾ, ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കോൺസെപ്റ്റ് ബെയ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പെൻഡ്രൈവിൽ മാൽവെയർ ആക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് പോകാം. ഇപ്പോൾ ഒരു പബ്ലിക് പാർക്കിൽ ഒരു ബെഞ്ചിൽ ഞാനൊരു പെൻഡ്രൈവിൽ മാൽവെയർ കയറ്റിയിട്ട് ഞാൻ അവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റൺ ആവാനുള്ള ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ഞാൻ ആ പെൻഡ്രൈവ് അവിടെ വെക്കും. നോർമലി നമ്മളൊരു പാർക്കിൽ ഏതെങ്കിലും ബെഞ്ചിലിരിക്കുമ്പോൾ ഒരു പെൻഡ്രൈവ് അവിടെ കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഒരു 100 പേര് കണ്ടെന്ന് വെച്ചാൽ ഒരു 50 പേര് കണ്ടെന്ന് വെച്ചു, അതിലൊരു ഭൂരിഭാഗം പേരും ഇത് എടുക്കാമെന്ന് ചിന്തിക്കും. അതിൽ ഒരു 10 പേരെങ്കിലും അത് എടുക്കാൻ ശ്രമിക്കും. അതിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും അത് എടുത്തുണ്ടോ, അത് ഉറപ്പാണ്. അത് പെൻഡ്രൈവ് ആകുമ്പോൾ എന്തായാലും കണക്ട് ചെയ്ത് നോക്കും. കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ വൈറസ് കയറി ഓട്ടോമാറ്റിക്കലി റൺ ആവും. ബാക്കി പിന്നെ വൈറസ് ടേക്ക് കെയർ ചെയ്തോളും. ബെയ്റ്റിംഗ് എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. പല ഓർഗനൈസേഷനിലും ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇത് ഈ അറ്റാക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നു. അതുവഴി നമ്മൾ ഈ അറ്റാക്കുകളെ പ്രിവെന്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റി ചലഞ്ചിൽ പഠിക്കുന്നതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്ന ഒരാൾക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ അറ്റാക്കുകൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ ഫർദർ ഈ ചലഞ്ചിൽ മെജോറിറ്റി അറ്റാക്സും വരുന്നതും ആ ഇരിക്കുന്ന നേരത്തെ പറഞ്ഞ ആ യൂസറുടെ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആളായിട്ട് വരുത്തിക്കുന്ന കുറെ അറ്റാക്സ്, ഭൂരിഭാഗം അറ്റാക്കുകൾ സൈബർ സെക്യൂരിറ്റിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മേജർ ഷെയർ അറ്റാക്ക് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അറ്റാക്കർ ആ ഉപയോഗിക്കുന്ന ആളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഇമെയിലുകളാവും, കോളുകളാവും, പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ. കാരണം എൻഡ് യൂസറിന് അതിനകത്ത് വലിയൊരു പങ്കുണ്ട് ശരിക്കും പറഞ്ഞാൽ. കുറേയൊക്കെ നമ്മൾ നോക്കി തന്നെ കുറേയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ള കഴിഞ്ഞ വീഡിയോയിലും ഇപ്പോൾ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ള ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പാർട്ടാണ്. അതായത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അറിയണമല്ലോ, അല്ലെങ്കിൽ എന്താണ് സൈബർ സെക്യൂരിറ്റി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടുകളിലായിട്ട് ഈ ലിനക്സിനെ പറ്റിയൊക്കെയാണ് പഠിക്കുക. ലിനക്സിനെ പറ്റിയും അതിനുശേഷം നമ്മളുടെ എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ചലഞ്ചിൽ ഇനി പോവുക. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രോഗ്രാമിങ്ങിലായിട്ടും അതേപോലെ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ മുമ്പ് ഒരു ബേസിക് അവയർനെസ് എന്താണ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഒരു പ്രൊഫഷണൽ ഗ്രോത്തിലോട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, ആസ് എ കോമൺ മാൻ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ ബേസിക് കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, അപ്പം അതിനെപ്പറ്റി അവയർനെസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളൊരു ന്യൂസായി മാറും. നമ്മുടെ ക്യാഷ് ഇത്ര പോയി അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇത് ക്യാഷ് മാത്രമല്ല, പലരുടെയും ലൈഫ് വരെ ഇല്ലാതാക്കുന്ന ഒരു ക്രൈമാണിത്. അപ്പോൾ എല്ലാവരും കിട്ടേണ്ട ഒരു ബേസിക് നോളജ് ആണ്. അപ്പം എത്ര നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.